ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ റാണി സി മാത്യു ആണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, സന്തോഷമായിരിക്കുന്നു? പ്രൈസ് ലോർഡ്, കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടെന്നറിയാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്വയമേ ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട് എവിടുന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന്? എന്റെ പേര് റാണി സിജു സി മാത്യു എന്നുള്ളത് ഒഫീഷ്യൽ നെയിം ആണെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ പേര് സിജു മാത്യു എന്നാണ്. ഞാൻ കൊല്ലം കടപ്പാക്കടയാണ് താമസിക്കുന്നത്. എന്റെ വീട്ടില് എല്ലാവരും മർത്തോമക്കാരാണ്. പപ്പ മരിച്ചുപോയി, അമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത് കുഴിക്കാല ആണ്. കർത്താവിന്റെ ദാസ നിത്യതയിൽ ചേർന്നിട്ട് ഇപ്പൊ 16 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് കൊല്ലത്താണ് താമസിക്കുന്നത്. ഓക്കെ. കർത്താവിന്റെ ദാസി തന്നെയാണ് ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. കർത്താവിന്റെ ദാസിയെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും കർത്താവിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. നമുക്കൊരുമിറ്റ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പ. പ്രിയ കർത്താവിന്റെ ദാസിയെ റാണിയുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, പ്രിയ കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. നമ്മുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 ദേവദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുക. ഞാനൊരു മർത്തോമ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കൊല്ലം മൺട്രോത്തുരുത്ത് പെരിങ്ങാലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. 4 ചുറ്റും വെള്ളം മാത്രമുള്ള ഒരു ചെറിയ ദ്വീപ്. ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞാല് വേഗത്തിലെ ആഗോള താപനം മൂലം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ മർത്തോമ പള്ളിയോട് ചേർന്ന് തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ചർച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ മർത്തോമ പള്ളിയിലെ പുൾപിറ്റിലാണ് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വളരുവാനിടയായത്. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ അടിത്തറ എനിക്ക് കിട്ടിയത് അവിടുത്തെ പുൾപിറ്റിൽ നിന്ന് തന്നെ, ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ. പിന്നീട് ഞങ്ങള് മർത്തോമ പള്ളിയിലെ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഈ പെന്തക്കോസ് ചർച്ചിലോട്ട് പോകും. വചനം പഠിക്കാൻ തുടങ്ങിയത് ഈ പെന്തക്കോസ് ചർച്ചിൽ നിന്നാണ്. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ പോകുന്നത് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഒക്കെ ഇടും, മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. എനിക്ക് ആദ്യമായിട്ടൊരു പൂർണ്ണ ബൈബിള് കിട്ടുന്നത് ആ ചർച്ചിൽ നിന്നാണ്. അപ്പോഴേ ആദ്യം അതായിരുന്നു ലക്ഷ്യമെങ്കിലും പിന്നെ ഞാൻ പ്രീ ഡിഗ്രിയുടെ എക്സാം എഴുതി കഴിഞ്ഞ് എഴുതി നിൽക്കുന്ന സമയം, ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ റിസൾട്ട് വരുന്നേ, ആ സമയത്താണ് അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നത്. അവിടെ വന്ന കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അക്ഷരാർത്ഥത്തിൽ ആ ദൈവവചനം എന്റെ ഹൃദയത്തിന് അങ്ങനെ കയറി. അനേകര് ദൈവവചനം കേട്ടെങ്കിലും അത് ദൈവശക്തിയായി എന്റെ ഹൃദയത്തിനകത്ത് പരിണമിപ്പാനിടയായി തീർന്നു. പിന്നീട് എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തന്നെയാണ് എനിക്ക് അഭിഷേകം ലഭിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒരു വല്ലാത്ത ആത്മദാഹമായിരുന്നു ആ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാനൊരു ക്യാമ്പിന് പോയ സമയത്താണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഓർണമെന്റ്സ് എല്ലാം ഊരി തിരിച്ചു വന്നപ്പോൾ അതിൻ്റെതായ പ്രതികൂലങ്ങള് വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല എതിർപ്പുകൾ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ നിന്നൊക്കെ ഒരുപാട് അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന് എന്നെ വല്ലാതെ പിടിച്ചു ചേർത്ത് നിർത്തുന്ന ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. കാര്യം
യേശുവിനെ കൂടാതെ എന്റെ ജീവിതം ഉണ്ടായിരുന്നില്ല. ഈ വചനമല്ലാതെ, പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക അനുഭവമാണ്. ആ നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി ദൈവം എന്നിൽ പകർന്ന ആത്മശക്തിയെ എനിക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഞാൻ ആ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് KP യോഹന്നാന്റെ ബൈബിൾ സെമിനാരിയിലേക്ക് പഠനത്തിനായിട്ട് കടന്നുപോയി. വീട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. വിടാനൊന്നും താല്പര്യമില്ലാതെയാ എന്നെ ആ സമയത്ത് പറഞ്ഞു വിടുന്നത്. എങ്കിലും ആ സമയത്ത് എൻ്റെ പപ്പ ഒരു വശം പാരലൈസ്ഡ് ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയമായിരുന്നു. മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് വേറൊരിടത്ത് പോയി നിന്ന് പഠിക്കുന്നതൊന്നും. നവജീവോദയത്തിൽ എവിടെയെങ്കിലും പോയി പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ വന്നെങ്കിലും എനിക്ക് ഉള്ളിൽ കൂടുതലായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കണം, അതായിരുന്നു ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ആ സെമിനാരിയിൽ പോയി പഠിച്ചുവെങ്കിലും എനിക്ക് അവിടെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഒരു 6-7 മാസം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. വീട്ടിലെ പപ്പ ഭയങ്കര പ്രശ്നമായി. പിന്നെ ഫീസ് അടയ്ക്കുന്ന പ്രശ്നം, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ പോകണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണുവാനിടയായി. എന്റെ പപ്പ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എന്റെ സഹോദരൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ ദുബായിലേക്ക് പോകാൻ ഒരു അവസരം തന്നു. ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് മനസ്സിലാക്കുവാൻ അത്യുന്നതനായ ദൈവം ഇടയാക്കി. എന്ന് മാത്രമല്ല, ദൈവവചനം പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ. എനിക്ക് ലഭിച്ച ഭാഗ്യമെന്ന് വെച്ചാൽ എന്റെ ദേശത്തും ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങി സുവിശേഷം പറയുവാൻ, ആമേൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശരിക്കും യേശുക്രിസ്തുവിന്റെ ഒരു അംബാസഡറായിട്ട് എനിക്ക് ആ ദേശത്ത് ദൈവദാസന്മാർക്കൊപ്പമാണെങ്കിലും അല്ല എങ്കിലും ആമേൻ സുവിശേഷത്തിന്റെ സത്യങ്ങളെ വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. അങ്ങനെ എന്റെ ദേശത്ത് കർത്താവിനെ ഉയർത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈവൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ കൂട്ടുകാർക്കൊക്കെ ബൈബിൾ കൊണ്ടു കൊടുക്കും. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങള് പെരിങ്ങാലത്ത് നിന്ന് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നടന്നു വേണം, വള്ളമൊക്കെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ബസ് കയറാനുള്ള സ്ഥലത്തെത്താന്. ഈ നടത്തത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ ഒത്തിരി കുട്ടികൾ കാണും. ഞങ്ങൾ എല്ലാവരോടും പോകുമ്പോൾ അന്ന് കൊടുത്ത ചില ബൈബിളുകളൊക്കെ ഇപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയ കൂട്ടുകാരാണെങ്കിലും അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്നെ ഓർപ്പിക്കാറുണ്ട്, ആ ബൈബിൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. പലരെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം തരുന്നത് നമ്മള് സ്തോത്രം, മടിയും കൂടാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്ന ആഗ്രഹങ്ങളെ നമ്മൾ അന്നേരം അത് ചെയ്യുക. കർത്താവ് നമ്മളോട് എന്ത് പറയുന്നുവോ നമ്മൾ അത് ചെയ്യുക. ഇപ്പൊ ഞാനൊരു ബൈബിൾ കൊടുത്തത് അന്ന് എനിക്കത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ എന്റെ പിൽക്കാലത്ത് ഈ 2-3 വർഷത്തിന് മുമ്പ് എൻ്റെ കൂടെ 10ൽ പഠിച്ച ഒരു ഹൈന്ദവ സഹോദരി എന്നെ വിളിക്കാൻ ഇടയായി തീർന്നു. ആ സമയത്താണ് എന്നെ 10ാം ക്ലാസ്സിന്റെ സ്കൂൾ ഗ്രൂപ്പിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. എന്റെ നമ്പർ കണ്ട ഉടനെ ആ സഹോദരി എന്നെ വിളിച്ചിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത്, എടി മോളെ, നീ അന്ന് എനിക്ക് തന്ന ബൈബിൾ അങ്ങ് ചീത്തയായി പോയി, എനിക്കൊരു നല്ലൊരു ബൈബിൾ വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പല കാര്യങ്ങളും ഇങ്ങനെ വചനത്തിൽ കൂടെയാണ് അവൾ എന്നോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ ബൈബിളിന്റെ ആ മഹത്വത്തെ കുറിച്ചാണ് അവൾ എന്നോട് സംസാരിക്കുന്നത്. അവിടെ ഓരോ ജീവിത യാത്രയ്ക്കകത്തും അവിടെ പ്രതിസന്ധിക്കകത്ത് വേഗം ഓടിച്ചെന്ന് ഈ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ ഓരോ ഫലങ്ങളെ കുറിച്ച് അവൾ എന്നോട് ഷെയർ ചെയ്യാനിടയായി തീർന്നു. അവിടെ അമ്മ മരിച്ച സമയത്ത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ടച്ച് ചെയ്തതെന്ന് വെച്ചാൽ, അവളുടെ ആന്റി ക്യാൻസർ ആയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു പ്രതീക്ഷയും വെക്കണ്ട. അപ്പോൾ അവിടെ അമ്മ മരിച്ചു.
പിന്നെ ആന്റി ആയിരുന്നു കൂടൊക്കെ ഉള്ളതും. ഇത് കേട്ടിട്ട് ഇവള് ഭയങ്കര വിഷമത്തോടെ ഓടി RCCയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിൽ പോയി ബൈബിൾ എടുത്തു വെച്ച് വായിച്ചപ്പോൾ അവൾക്ക് അറിയത്തില്ല. ഇങ്ങനെ എടുത്ത് തുറന്നപ്പോൾ അവൾക്ക് കിട്ടിയത് റോമാലേഖനമാ, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രതിയായിരുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതി, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ആ വാക്യങ്ങൾ രണ്ടു വട്ടം ആവർത്തിച്ച് വായിക്കാനിടയായി തീർന്നു. പിന്നീട് അത് ഉറക്കെ വായിച്ചിട്ട് ആ വചനം അവളുടെ ആന്റിയുടെ ജീവിതത്തിലും ആകട്ടെ എന്ന് പറഞ്ഞ് അവൾക്ക് അറിയുന്ന രീതിക്ക് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ആന്റി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇപ്പോഴും ആ ആന്റി സൗഖ്യത്തോടെ നടക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അമ്മേ, പലപ്പോഴും നമ്മുടെയൊക്കെ കൈകളിൽ ഈ ബൈബിൾ ഉണ്ട്. എന്നാൽ നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ അല്പത്തിൽ വിശ്വസ്തരായിരിക്കാം, ദൈവം നമ്മളെ അധികത്തിന് വിചാരകരാക്കും. ഞാൻ ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വക്കീലിന് LLBക്ക് പഠിക്കുന്ന ഒരു അണ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു ബൈബിള് കൊടുത്തു. പിൽക്കാലത്ത് എന്നോട് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് ഇതിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആ ബൈബിളിലെ ഓരോ വാക്ക് പറഞ്ഞിട്ടാണ് എന്നോട് പിന്നീട് സംസാരിക്കുന്നത്. ഇപ്പോഴേ പെരിങ്ങാലം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഞങ്ങളൊക്കെ അവിടുന്ന് 10-25 വർഷം കഴിഞ്ഞു ആ സ്ഥലമൊക്കെ വിട്ടിട്ട് പോരുന്നിട്ട്. എന്നാൽ ഇപ്പോഴും അവിടെ ടൂറിസ്റ്റുകളായിട്ട് അമേരിക്കയിൽ നിന്നൊക്കെ ചെല്ലുന്ന പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തി മുമ്പേ എന്നെ കുറിച്ചാ പറയുന്നത്, അന്ന് ഞാൻ കൊടുത്ത ബൈബിളിനെ കുറിച്ചാ പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിന് മുന്നേ ചെയ്ത ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലം ഈ കാലയളവിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ അറിയുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുക, ലജ്ജ കൂടാതെ ചെയ്യുക. ഇന്ന് നമ്മൾ ഈ ലോകത്തിന്റെ മുൻപിൽ മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കാതെ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ നാളിൽ നമ്മളും തേജസ്സിന്റെ ആമേൻ സ്തോത്രം മുൻപാകെ, ആ യേശുക്രിസ്തുവിന്റെ മുൻപാകെ നമ്മൾ എന്തുള്ളവരായിരിക്കും? തേജസ്സോടെ നിൽപ്പാനിടയായി തീരും. അനേകര് കർത്താവിനെ അറിയാതെ ഇരുളിന്റെ അനുഭവത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അത് ഓർപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ സെമിനാരിയിൽ പഠിക്കുന്നതും എല്ലാം. ആ വർഷം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ചില കുടുംബങ്ങളിലൊക്കെ കടന്നു ചെന്നു, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അവരൊക്കെ ദൈവവേലയിൽ കൃപയാൽ പലയിടങ്ങളിലും ആയിരിക്കുന്നവരൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ കൊച്ചു റാണി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിമിത്തമാ ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നതെന്ന്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ക്രിസ്തുവിനോടുള്ള നടപ്പ് ഈസി അല്ല. വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. മലാക്കി പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത് മലാക്കി 3:3 വായിക്കുന്നു, അവൻ ഇരുന്ന് ലേവി പുത്രന്മാരെ അലക്കുകാരൻ വസ്ത്രം അലക്കുന്നത് പോലെ, പൊന്നുരുക്കുന്നത് പോലെ എന്ത് ചെയ്യും? ഉരുക്കി ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരിച്ചവരെ കൊണ്ടാണ് കർത്താവ് യാഗം അർപ്പിക്കുന്നത്. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോഴ് നമ്മുടെ ജീവിതത്തിന്റെ കഠിന ശോധനയുടെ കാലയളവെന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി നമ്മളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക നിയോഗം പൂർത്തീകരിക്കേണ്ടതിനാണ് പലപ്പോഴും നമ്മളെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ഒക്കെ കടത്തിവിടുന്നത്. എന്റെ പഠനം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എനിക്ക് വളരെ ദുഃഖമുണ്ടായിരുന്നു. ഇന്നും എനിക്ക് ആ വേദന മാറിയിട്ടില്ല. പക്ഷേ തിരിഞ്ഞ് ആ കാലയളവിൽ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് അതിയായ നന്ദി ഉണ്ട്. അപ്പോഴ് നമ്മുടെ നിയോഗത്തിനനുസരിച്ചുള്ള ദൈവത്തിന്റെ ഒരു പണിഞ്ഞെടുക്കുന്ന ദൈവിക സ്വഭാവമുണ്ട്. എന്റെ സാക്ഷ്യത്തോട് ചേർന്ന് യോസഫിന്റെ ജീവിതവും ദാവീദിന്റെയൊക്കെ ജീവിതമാ എനിക്ക് പലപ്പോഴും കർത്താവിന്റെ വേലയിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിച്ചിട്ടുള്ളത്. കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചവരുടെ എല്ലാം ജീവിതത്തെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒന്നും ജീവിതം പട്ടുമെത്തയുടെ അനുഭവം അല്ലായിരുന്നു. പഴയ നിയമ ഭക്തന്മാരാകട്ടെ,
പുതുനിയമ ഭക്തന്മാരാകട്ടെ. ഇന്നത്തെ ഇളക്കപ്പെരുപ്പത്തിന്റെയോ പ്രോസ്പെരിറ്റിയുടെയോ ഒന്നും തിയോളജി അല്ല ദൈവവചനത്തിൽ വാസ്തവമായി പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിനകത്ത് വളരെ വാഞ്ചിക്കുന്നതും ആ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നമ്മുടെ അടുക്കലേക്ക് വരണം. കാരണം സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ വന്നിട്ട് യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ആൾ അയച്ച് ചോദിക്കുക, വരുവാനുള്ളവൻ നീ ആണോ? ഇനി ഞങ്ങൾ മറ്റു ആരെങ്കിലും കാത്തിരിക്കണമോ? എന്നാൽ യേശുക്രിസ്തുവിന്റെ മറുപടി, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, കുരുടർ കാണുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കപ്പെടുന്നു. അപ്പോഴേ ഈ കാലയളവിൽ സുവിശേഷീകരണത്തിനകത്ത് വേണ്ടുന്നതും ഈ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളാണ്. ദൈവിക സമാധാനം. അക്ഷരാർത്ഥത്തിൽ നമ്മുടെയൊക്കെ സുവിശേഷ വേലയ്ക്കകത്ത് വളരെ മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വന്നിരിക്കുന്ന ഒരു കാലയളവാണ്. അറ്റ് പ്രസന്റ് ഇന്നത്തെ ഒരു കാലയളവിനോട് ചേർത്താണ് ഞാൻ ഇത് പറയുന്നത്. അമ്മേ എന്റെ സോറി, ഞാൻ ഈ പറഞ്ഞു പോകുമ്പോ ഒത്തിരി അങ്ങ് ഇതായിട്ട് പോകുന്നു എന്നൊരു സംശയം. കുറച്ചുകൂടെ ജീവിത ലൈഫിലോട്ട് തിരിഞ്ഞു വന്നാട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോഴേ ഒന്ന് നോക്കിക്കോണം. അത് ഇടുന്നതിന് മുമ്പ് എനിക്കൊന്ന് തരണേ, അപ്പൊ എനിക്കും ഒന്ന് പറയാൻ പറ്റുമല്ലേ. സ്തോത്രം. അപ്പോഴേ ഞാൻ ആ പ്രീ ഡിഗ്രി കഴിഞ്ഞ് KP യോഹന്നാന്റെ ബൈബിൾ കോളേജില് ആ ഒരു കാലയളവിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഒരുപാട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു, വില കൊടുക്കുവാനിടയായി തീർന്നു. അത് നിമിത്തം വലിയ ദൈവത്തിന്റെ മഹത്വവും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും അനുഭവിപ്പാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. പിറ്റേ വർഷം വീട്ടുകാരുടെയൊക്കെ അനുവാദത്തോടുകൂടെ ഞാൻ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിലേക്ക് എന്റെ ദൈവവചന പഠനത്തിന് കടന്നുപോയി. എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. എന്നാൽ എന്റെ ആ സെമിനാരിയുടെ അനുഭവം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വാഞ്ചിയ ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം. 119 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അമ്മേ, ഞാൻ തിരുവചനം ധ്യാനിക്കുന്നത് കൊണ്ട് സകല വയോധികന്മാരിലും വെച്ച് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽക്കാളും ജ്ഞാനമുള്ളവരാണ്, സ്തോത്രം, അറിവുള്ളവരാകും. എന്റെ ഒരു ആ സെമിനാരി പഠന കാലയളവെന്ന് വെച്ചാൽ ഒരുപാട് വചന നിശ്ചയത്തിലേക്ക്, ദൈവകൃപയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഞാൻ അവിടുത്തെ പാത്രം കഴുകിക്കൊടുത്ത ദൈവവചനം പഠിച്ചത്. അപ്പോൾ ആ സെമിനാരിയുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് എന്നെ നോക്കിയാലും അവിടുത്തെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ കാണും. ഒപ്പം തന്നെ ഈ വൈകുന്നേരങ്ങളിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഞങ്ങളുടെ ചാപ്പൽ പ്രിഫെക്റ്റ് വന്ന് പറയുന്നത്, ഇന്ന് ചാപ്പലിനകത്ത് വചനം സംസാരിക്കേണ്ടുന്ന സഹോദരിക്ക് ഇന്ന് അസൗകര്യങ്ങളുണ്ട്. ഇത് കേൾക്കുന്ന ഉടനെ അവിടെ വേഗത്തില് ആ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകി മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഇട്ടിരിക്കുന്ന ചുരിദാർ ഇങ്ങനെ ഒരു കഴുകിയിട്ട് ഓടി വരുമ്പോഴത്തേക്ക് അവിടെ പാട്ടുകൾ ഏകദേശം തീരും. ആമേ, വേഗത്തില് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ദൈവവചനം എടുത്ത് തുറന്ന് ആമേൻ ആ കിട്ടുന്ന വചനം എടുത്ത് പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ ആമേൻ ദൈവം എനിക്ക് കൃപ തരുമായിരുന്നു. സ്തോത്രം. കാര്യം ഉള്ളിലുള്ള വാഞ്ച, വെറുതെ ഒന്നും വചനം പറയാനൊക്കത്തില്ല. നമ്മൾ കുറച്ച് സമയം ഡ്യൂട്ടി ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സമയങ്ങളുണ്ട്, നമ്മൾ പഠിക്കുന്ന സമയങ്ങളുണ്ട്,
ആമേൻ. നമുക്ക് കിട്ടുന്ന ഓരോ ബ്രേക്കിന്റെ സമയങ്ങളിലും എന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം വചനം വായിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ വചന നിറവും പ്രാർത്ഥനാ ജീവിതവും ഉണ്ടെങ്കിൽ ഏത് ഉറക്കത്തിനകത്തോ ആത്മശക്തിയുടെ ആ വ്യാപാരത്തിൽ നിന്ന്, ആമേൻ, ആത്മശക്തിയുടെ വല്ലഭത്വത്തിൽ നിന്ന് ദൈവത്തെ ഉയർത്തുവാൻ, ക്രിസ്തുവിന്റെ ആ മഹത്വത്തെ കുറിച്ച് വിവരിക്കുവാൻ നമുക്കിടയായി തീരും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടുന്നത് വചനത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന്. അപ്പോ യേശു ക്രിസ്തുവിൽ തികഞ്ഞവരായി നമ്മൾ തീരണമെങ്കിൽ ഈ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കണം. നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരുവചനത്തിലേക്ക് മടങ്ങി വരണം. ഈ തിരുവചനം നമ്മൾ ഉപദേശിക്കുന്നത് പോലെ, ശാസിക്കുന്നത് പോലെ, ഗുണീകരിക്കുന്നത് പോലെ മറ്റൊന്നിനും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെന്നിട്ട് നമ്മളെ ശുദ്ധീകരിപ്പാൻ കഴിയത്തില്ല, നമ്മളെ ഗുണീകരിപ്പാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ, നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്കൊരിക്കലും ചെന്നെത്തുവാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളില് ഞാൻ ആ പ്രാരംഭ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വചനത്തോടുള്ള വാഞ്ച, സ്തോത്രം, അത് എത്രമാത്രമാണ് ആയിരുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിങ്ങനെ രാവിലെ ഇരുന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഈ വചനം വായിക്കുമ്പോൾ ഇന്ന് ഇന്നതുപോലെ ചെയ്യരുത്, അങ്ങനെ ആകരുത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഉപദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ഉപദേശിക്കുന്നത് പോലും തലമുറകൾക്ക് ഇഷ്ടമല്ല. എന്നാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ, ഗുണീകരിക്കുമ്പോൾ പരിശുദ്ധന്റെ ആലോചനയെ നിരസിച്ച് കളയാതെ ആ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരായി ദൈവത്തെ ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്താമെങ്കിൽ ജീവിതത്തിനകത്ത് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും, യോസഫിനോടുകൂടെ കാരാഗൃഹത്തിനകത്തും പൊത്തിഫറിന്റെ ഭവനത്തിനകത്തും ദൈവസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് യോസഫിനേക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞത് പോത്തിഫറ, കാരാഗ്രഹ പ്രമാണിയാണ്. ഞാനിങ്ങനെ സുവിശേഷ പ്രസംഗി ആയതുകൊണ്ട്, ഈ വചനം ഇടപെടാതെ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എന്റെ സാക്ഷ്യവും ഈ വചനവുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടകലർന്നുള്ളത് കൊണ്ടും ഈ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിധത്തിലും എന്റെ സാക്ഷ്യം പറഞ്ഞു തീർക്കാൻ എനിക്ക് കഴിയത്തില്ല. അപ്പോഴ് യോസഫിന്റെ ആ പൊട്ടക്കിണറിന്റെ വേദനകളും സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ വേദനകളും എല്ലാം പൊത്തിഫർ അറിയുന്നില്ല. കടന്നു വന്ന വഴികളൊന്നും കാരാഗ്രഹ പ്രമാണി അറിയുന്നില്ല. പക്ഷെ യോസഫിന്റെ കണ്ണുനീരും, യോസഫും ദൈവവുമായിട്ടുള്ള ബന്ധവും, യോസഫിനോടുകൂടെയുള്ള ദൈവ സാന്നിധ്യവും മറ്റു പലരുടെയും അനുഗ്രഹത്തിനും, മറ്റു പലരുടെയും സ്വസ്ഥതയ്ക്കും, മറ്റു പലരുടെയും വിടുതലിനും കാരണമായി. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ചതയ്ക്കപ്പെടുന്നത്, തകർക്കപ്പെടുന്നത്, ഉടയ്ക്കപ്പെടുന്നത്, നമ്മൾ അനുഭവിക്കുന്ന കൊടിയ വേദനയും കണ്ണുനീരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ജീവിത സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ കണ്ണുനീരൊന്നും വൃഥാവല്ല. നമ്മുടെ കണ്ണുനീര് നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാ, നമ്മുടെ സഭയ്ക്ക് വിടുതല, നമ്മുടെ ദേശത്തിന് വിടുതല, നമ്മുടെ ചാർച്ചക്കാർക്ക് വിടുതല. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ നീതിമാന്മാരായി ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതയുടെ സാഹചര്യങ്ങൾ ഒന്നും വരുമ്പോൾ ഈ ദൈവവചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഇവയ്ക്കൊന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല. ആമേൻ. ഈ വചനത്തിനകത്തും ഈ പരിശുദ്ധാത്മാവിനകത്തും ആമേൻ നമ്മുടെ ഹല്ലേലൂയ ഇടപെടാതെ ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനും ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ ത്യജിച്ച് കളയുവാനോ ദൈവിക സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് വേറിട്ട് നടക്കുവാനോ കഴിയത്തില്ല എന്നുള്ളത് യോസഫിനോട് ചേർന്ന് എനിക്കും എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറയുവാൻ കഴിയും. സ്തോത്രം. അതിനുശേഷം
ഞാന് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ഭയങ്കര സമ്മർദ്ദങ്ങളാ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ പാത്രം കഴുകി കൊടുത്ത സ്തോത്രം ഞാൻ പഠിച്ചത്, വചനം പഠിച്ചത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവിടെ കിട്ടുന്ന സമയങ്ങള്, ഹല്ലേലൂയ, ആമേൻ, ആരാധിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും പ്രസംഗിക്കാനാണെങ്കിലും കർത്താവിനെ അതിൽ കൂടുതൽ വളർത്തുവാനിടയായി തീർന്നു. എന്തെങ്കിലും അടിത്തറയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, വചനത്തിനകത്ത് അവിടെ നിന്ന് ദൈവം തന്ന ഒരു അടിത്തറ. അതിലുപരിയായി എനിക്ക് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് പറയുവാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച നാൾ മുതല് പെരിങ്ങാലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് മുൻപിൽ നിൽപ്പാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അവിടുത്തെ പാ വിരിച്ചിടുന്ന മുതല്, കർത്തൃമേശയുടെ വീഞ്ഞുണ്ടാക്കുന്നത് മുതല്, ആമേൻ, ഈവൻ ദേവദാസന്മാര് ഇല്ലാത്ത സമയങ്ങളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുന്നതും ബുധനാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗ് നടത്തുന്നതും എല്ലാം കൃപയാൽ ഞാനായിരുന്നു. അതൊക്കെ ഒരു വലിയ ഭാഗ്യ പദവിയാ. ഞാൻ ഇന്ന് എന്റെ കർത്താവിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്, ആ കാലം മുതൽ ഇന്നേ വരെ ഇത്രയും വർഷങ്ങൾ എന്റെ കർത്താവിനെ സേവിക്കുവാൻ, ഈ വചനത്തെ ഉയർത്തി ജീവിപ്പാൻ സർവശക്തൻ എനിക്ക് തന്ന ആ പദവിയെ ഓർത്ത്, ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ആമേൻ, സ്തോത്രം, അനവധി ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കവിഞ്ഞു പോയപ്പോഴും, അഗ്നിജ്വാല എന്നെ ദഹിപ്പിക്കുമെന്ന് ഞാൻ കരുതിയപ്പോഴേ, ഹല്ലേലൂയ, എന്നെ നിലനിർത്തിയ ദൈവത്തിന്റെ സ്നേഹം ഇന്നും ഈ ക്രിസ്തുവിനെ ഉയർത്തുവാൻ എനിക്ക് ഭാഗ്യം തരുന്നത് കൊണ്ട്, എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് ക്രിസ്തുവിലൂടെ എനിക്ക് തന്നതെന്നുള്ളത് എനിക്ക് സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്നാൽ ലോകം എന്നെ നോക്കുമ്പോൾ എനിക്ക് ഇന്ന് വരെ ഒരു ഭവനമില്ല. ഞാൻ, ആമേൻ, സ്തോത്രം, 2001 എന്റെ വിവാഹം കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ അന്ന് ഗോവയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം ഒരു മർത്തോമയിലെ അച്ഛൻ ആകാൻ പോയിടത്ത് നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന്, പുനലൂരിൽ നിന്നും, ആമേൻ, സ്തോത്രം, ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ നിന്നും BTH BD ഒക്കെ കഴിഞ്ഞ്, BTH കഴിഞ്ഞിട്ട് ഗോവയില് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പൈനിയർ, ആമേൻ, ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ഈ വിവാഹത്തിന്റെ സമയമൊക്കെ വന്നപ്പോൾ എന്റെ വീട്ടിൽ എല്ലാവരും മർത്തോമക്കാരായതുകൊണ്ട് വീട്ടിൽ വരുന്ന പ്രൊപ്പോസൽസ് എല്ലാം മർത്തോമ യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. വരുന്നതെല്ലാം മിലിറ്ററി അല്ലെങ്കിൽ ഗൾഫുകാര്, അങ്ങനെയുള്ള ആലോചനകൾ. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഈ കർത്താവിനെ അറിയാത്ത ജനത്തിന്റെ നടുവില് സുവിശേഷവുമായിട്ട് പോകണം. ആ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് എന്നെ ഒരു പ്രവചന ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ദർശനങ്ങളെ ദൈവം തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ദൈവത്തിന്റെ ആത്മാവിനെ കൃപാവരങ്ങളാൽ, വിവിധ കൃപാവരങ്ങളാൽ നിറച്ചാണ് വഴി നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് വളരെ പ്രതിസന്ധികളാ വീട്ടിൽ നിന്ന്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിക്കാറുണ്ട്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ ഭയചകിതയായിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? അന്നേരം ഞാൻ ഓർക്കും, ഈ 10-17 വയസ്സുള്ള എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഇതെന്താന്ന് ഞാൻ മനസ്സിലാക്കും കർത്താവേ. എന്നാൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അന്നേ ദൈവം എന്നെ ഇങ്ങനെ അഭ്യസിപ്പിച്ചെടുത്തതെന്ന്. നമ്മളെ ദൈവം അഭ്യസിപ്പിക്കുന്നതൊന്നും വെറുതെ അല്ല. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് കഠിനത വർദ്ധിപ്പിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ചെറുപ്പം മുതലേ മോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വിചാരിക്കും, എനിക്ക് മാത്രം എന്താ ഇത്ര കഷ്ടത? അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. അങ്ങനെ ആ വിവാഹത്തിന്റെ ആലോചനയൊക്കെ വന്ന സമയത്ത് ഞാൻ ഒരുപാട് ദൈവസന്നിധി നിലവിളിപ്പാനിടയായി തീർന്നു. പക്ഷെ വളരെ അതിശയകരമായിട്ട് എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. വിവാഹം കഴിഞ്ഞ 7ാമത്തെ ദിവസം ഞങ്ങൾ ഗോവയിലെ കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോവുകയായിരുന്നു. ഞങ്ങൾ അവിടെ ഗോവയില് വാസ്കോ, ഒരു ചേരി പ്രദേശമായ ബിർള എന്നിവിടങ്ങളിലൊക്കെ കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ വീട്ടിലെ ആ പ്രതിസന്ധിക്കകത്തെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, നിനക്ക് കേട് തീർക്കുന്നവളെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവളെന്നും പേർ പറയും. വീണ്ടും വിവാഹത്തെക്കുറിച്ച് ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ
ശബത്തിനെ വിശുദ്ധ ദിവസമെന്ന്, അതിനെ ബഹുമാന യോഗ്യമെന്നും എണ്ണണം. അങ്ങനെ കർത്താവിന്റെ വേലയെക്കുറിച്ച് എനിക്ക് ഒരുപാട് ദർശനങ്ങള് ദൈവം തന്നിട്ടാണ് എന്നെ ഇങ്ങനെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ ഗോവയില് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം നാട്ടിൽ വന്നു. കർത്താവിന്റെ ദാസൻ BD പഠിക്കാൻ ജോയിൻ ചെയ്തു. ഈ സമയത്താണ് ഞങ്ങൾക്ക് മൂത്ത മകൾ ജനിക്കുന്നത്. സ്തോത്രം. മകളുടെ 2ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങൾ ആൻഡമാൻസിലേക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനിടയായി തീർന്നു. ഈ 1-2 വർഷം ഞങ്ങൾ നാട്ടിൽ നിന്ന സമയത്തും കർത്താവിന്റെ ദാസൻ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു, ശുശ്രൂഷക്കാരനായിരുന്നു. സ്തോത്രം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനായിരുന്നു. എന്നാൽ ഞങ്ങളുടെയൊക്കെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല. ഞങ്ങളൊക്കെ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാ. ഞങ്ങൾക്ക് ഇതൊരു ധനസമ്പാദന മാർഗമല്ലായിരുന്നു. ഞങ്ങളുടെ നല്ല യൗവനകാലം, ഞാനും എൻ്റെ അച്ഛനും കൂടെ ഒന്നിച്ചൊരു 6.25 വർഷം മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. ഈ 6.25 വർഷവും ഗോവയിലും ആൻഡമാൻസിലും കർത്താവ് ഞങ്ങളെ അയച്ച പലയിടങ്ങളിലും, പല സഭകളിലും ശക്തിയോട് കർത്താവിന്റെ വേല ചെയ്തെടുക്കുവാൻ കൃപ ചെയ്തു. കാരണം ദൈവത്തിന്റെ ദാസനോട് ദൈവാത്മാവ് താൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പറയും, അല്പകാലമേ ഉള്ളൂ, നിനക്ക് വലിയ ഓട്ടമുണ്ട്. അതുപോലെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുവാൻ തക്ക വേണം കർത്താവിന്റെ ദാസന് ദൈവം കൃപ കൊടുത്തു. ഞാൻ പറഞ്ഞത്, ലോകം നമ്മളെ നോക്കുമ്പോൾ നമുക്ക് പണമില്ല, കയറി കിടക്കാൻ കിടപ്പാടമില്ല, ലോകത്തിന്റെ മുൻപാകെ പ്രശംസിക്കാനോ പുകഴാനോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമാണ്. അന്നു മുതൽ ഇന്നു വരെയും ഈ വചനത്തെ ഉയർത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു എന്നുള്ളത്. 2001 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഞാൻ എൻ്റെ സ്വന്തം ഭവനമെന്ന് പറഞ്ഞ് ഒരു ഭവനത്തിൽ ഞാൻ കഴിഞ്ഞിട്ടില്ല. വാടക വീടുകൾ മാറി മാറി ഇങ്ങനെ താമസിക്കുക. ഞാന് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടുന്ന ഒരു ജീവിത സാഹചര്യം വന്നു. അതായത് കർത്താവിന്റെ ദാസൻ 2008 ജനുവരി 5 ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു സെമിനാരിയിൽ അധ്യാപകനും അങ്കമാലി IPC ടൗൺ ചർച്ചിലെ പാസ്റ്ററും അദ്ദേഹത്തിന്റെ പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്ന സമയമാണ്. 30 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. വളരെ കുറഞ്ഞ കാലയളവാണ് കർത്താവിന്റെ വേല ചെയ്തത്. എന്ന് വെച്ചാൽ ഓരോ സംഘടനകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ സെമിനാരിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പഠിപ്പിക്കാൻ കയറിയത് കൊണ്ടാണ് IPCയുടെ ശുശ്രൂഷയിലേക്ക് അദ്ദേഹം പോകുവാനിടയായി തീർന്നത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തില്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വലിയ വെല്ലുവിളിയായി തീരുവാനിടയായി തീർന്നു. കാരണം കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർക്കപ്പെട്ടപ്പോൾ ഒരു സംഘടനകളും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്രായമാണ്. എല്ലാവരും ഞങ്ങളെ മറന്ന ജീവിത സാഹചര്യം. ഞങ്ങൾ താമസിച്ച ഇടത്ത് നിന്ന് മാറി ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലോട്ടാ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കടന്നു വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതിന്റെ വലിയൊരു വിഷമസന്ധി എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. അച്ഛൻ്റെ വീട്ടില് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. ഈ 2 കുടുംബക്കാരും എന്നെയും കുഞ്ഞുങ്ങളെയും വിളിച്ചില്ല. സ്തോത്രം. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെയാണ് ഈ കൊല്ലം പട്ടണത്തിനകത്ത്, സ്തോത്രം, 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിൽ വന്ന് താമസിച്ച് വീണ്ടും ഞാൻ കമ്പ്യൂട്ടർ TTC പഠിച്ചു. എഴുതാത്ത PSCയുടെ ടെസ്റ്റുകളില്ല, റെയിൽവേയുടെ ടെസ്റ്റുകളില്ല. ആമേൻ. ഞാൻ ആ കമ്പ്യൂട്ടറിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ സ്കൂളില് ജോലി ചെയ്യുവാനിടയായി തീർന്നു. അവിടുത്തെ ജോലി എന്തുവാന്ന് ചോദിച്ചാൽ, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കടന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ബൈബിൾ സ്കൂളാണ്. 100 പേര് കാണും. ആ സ്ഥാപനത്തിന് വേണ്ടുന്ന പച്ചക്കറി മേടിക്കുക, മീൻ മേടിക്കുക, ആ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക. അവിടുത്തെ ക്യാഷ് ഇടപാടുകള് ബാങ്കിൽ കൊണ്ടിടുക, ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക, അവിടുത്തെ ടൈം ഷെഡ്യൂളുകള്, ഇതെല്ലാം നോക്കേണ്ടെന്ന ഒരു ഭാരിച്ച ചുമതല
ദൈവം എന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. ആമേൻ. വെറും 3000 രൂപ ശമ്പളം. ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ഞാൻ മാറി ഒരു ചെറിയൊരു വീട് റെന്റിനെടുത്തിട്ട് ഈ ഒരു ജോലി ചെയ്യുന്നത്. അനേക ദൈവമക്കളുടെ കരുതലുകൾ ഞാൻ ആ കാലയളവിലെല്ലാം അനുഭവിച്ചു. ആമേൻ. ലോകം ഞങ്ങളെ മറന്നപ്പോൾ, സംഘടനകൾ ഞങ്ങളെ മറന്നപ്പോൾ, ആമേൻ, അറിയാമെന്നുള്ള പ്രിയപ്പെട്ടവരെല്ലാം മറന്നപ്പോഴാണ് കർത്താവിന്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ലായിരുന്നു. എന്റെ കഷ്ടതയുടെ ഓരോ ദിനരാത്രങ്ങളിലും ദൈവത്തിന്റെ അസാധാരണ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എന്റെ നിക്ഷേപത്തിന്റെ നാളുകളായിരുന്നു എന്റെ കഷ്ടതയുടെ നാളുകൾ. ഒരു ചെറിയ ഷീറ്റിട്ട് താഴ്ന്ന ഒരു വീട്ടിനകത്ത് ധാരാളം എലികളുള്ള ഒരു വീട്. ആമേൻ. വളരെ ഭയപ്പെട്ട് രാത്രിയിലൊക്കെ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത, കെട്ടുറപ്പില്ലാത്ത ഒരു വീട്ടിൽ ഞാൻ താമസിച്ച അവസ്ഥകളില് ഭയത്തോടിരുന്ന് നിലവിളിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പല രാത്രികളിലും ഉറക്കം വരാറില്ല. ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ഞാൻ പറയട്ടെ, അസാധാരണ ദൈവ സാന്നിധ്യം ആ റൂമിനകത്ത് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. മേഘം കൊണ്ട് നിറയപ്പെട്ട ദൈവ സാന്നിധ്യത്തിനകത്ത് ഹല്ലേലൂയ കിടന്നുറങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. ഒന്നുകൂടെ പറയാം, ഈ 2024 ജനുവരി 5 ആയപ്പോൾ കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർന്നിട്ട് 17ാമത്തെ വർഷം ആരംഭിച്ചു. ഈ കാലയളവിലെല്ലാം ഞാൻ താമസിക്കുന്ന ഈ കൊല്ലം പട്ടണത്തിൽ തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. വീടുകൾ മാറി മാറി താമസിക്കുന്നെങ്കിലും ആമേൻ, ആമേൻ, കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം, കർത്താവ് എന്നെ ഭരമേൽപ്പിച്ച ആമേൻ സ്തോത്രം ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. നമ്മുടെ ആമേൻ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കുവാൻ ഞാൻ ദൈവസന്നിധി നിലവിളിക്കും. കർത്താവേ, ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതിനു മുമ്പേ ദൈവം എന്നെ എടുത്തുകൊള്ളണം. സ്തോത്രം. ഞാൻ ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു. കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോളും മോനും ഉള്ളത്. ആ 2 കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. എന്റെ വീട്ടിലുള്ളത് മർത്തോമക്കാരാ. ഹല്ലേലൂയ. എനിക്ക് ഞാൻ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ വളരെ വലുതായിരുന്നു. പക്ഷെ ആ വെല്ലുവിളികളുടെ എല്ലാം നടുവില് ഹല്ലേലൂയ കർത്താവിന്റെ കരം എന്നോട് കൂടെ ഇരുന്നു. ആമേൻ സ്തോത്രം. ഒന്നും അറിയാതെ എനിക്ക് നേരെ ചൊവ്വേ ഒരു വീട്ടുകാര്യങ്ങൾ ചെയ്യാനോ ഒരു കുടുംബം കൊണ്ടുപോകാനോ ഒന്നും ഒരു പ്രാപ്തിയില്ലായിരുന്നു. ആമേൻ സ്തോത്രം. അച്ഛന്റെ മരണശേഷം എന്നും ശ്വാസം മുട്ടലും, എന്നും പനി, എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ശക്തിയില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കോ, ഞാൻ നിന്നെ സഹായിക്കോ, എന്റെ ബലമുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങോ. ഹല്ലേലൂയ. ആ കരം എന്നെ താങ്ങി നടത്തിയത് കൊണ്ടാ ആമേൻ സ്തോത്രം ഞാൻ ഇന്ന് നിങ്ങളുടെ നടുവില് കർത്താവിനെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്തോത്രം, സ്തോത്രം, ആമേൻ സ്തോത്രം. ഒരു ഓഫീസിന്റെ കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്യാൻ എനിക്ക് അറിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ പിന്നീട് അവര് പറയാൻ തുടങ്ങി, ഈ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് റാണി സിസ്റ്റർ. ആമേൻ. ആ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റു പല ഓഫീസിലേക്ക് എന്നെ ജോലിക്ക് വിളിപ്പാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. ആമേൻ. എന്നാൽ എനിക്ക് അവിടെ നിന്ന് പോകുവാൻ സാധിച്ചില്ല. പിന്നീട് എന്റെ കുഞ്ഞുങ്ങള്, മോള് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. മോനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നു. കാരണം ആമേൻ 1800 രൂപ വാടക കൊടുക്കണം. ആമേൻ. മോളുടെ ഫീസ് അടയ്ക്കണം. ഹല്ലേലൂയ. 3000 രൂപയാണ് എനിക്ക് ശമ്പളം. ഒന്നും തികയത്തില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിലെ ദൈവദാസനോട് പറഞ്ഞു, എനിക്കൊരു സ്പോൺസറെ ഒപ്പിച്ചു തരുമോ? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. ആമേൻ. ഞാൻ വളരെ വേദനയോടെ ചെന്ന് ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നീ ആശ്രയിക്കരുത്. ഞാൻ ആ ദൈവശബ്ദം കേട്ടു. ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരുപാട് നിലവിളിച്ചു. അന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൽ ഒരു സ്കൂളുണ്ട്.
ഞാൻ എൻ്റെ മോന്റെ സ്കൂളിന്റെ അഡ്മിഷന് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, ചർച്ച് വേറെയാ, സ്കൂള് വേറെയാ, റാണിസസിന് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, സാമ്പത്തികമായിട്ട് എന്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ വളരെ കണ്ണുനീരോടെ തിരിച്ചു പോരുന്നു. എന്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ കിട്ടിയില്ല. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് ദൈവമായിട്ട് എനിക്ക് ആ അഡ്മിഷൻ ഒരുക്കി തരുവാനിടയായി തീർന്നു. ഈ സമയത്ത് ഞാൻ ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ജോലി ചെയ്യാൻ ഇറങ്ങി. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 3 മാസം ഞാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച് എനിക്കൊരു 35,000 രൂപ എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഞാൻ അത് കൊണ്ടുകൊടുത്തിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുവാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മറ്റ് ആമേൻ ചിലരൊക്കെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് എഴുന്നേറ്റ നിമിത്തം മാസം തോറുമുള്ള ഫീസ് അടഞ്ഞ് ഇതിനോട് ചേർന്ന് ഞാനൊരു ക്ഷേമനിധി ഓഫീസിലെ ഡാറ്റ എൻട്രി വർക്ക് ചെയ്യാൻ തുടങ്ങി. ആമേൻ. ഞാനൊരു മെഡിക്കൽ സ്റ്റോറിലെ മരുന്നെടുത്തു കൊടുക്കാൻ നിന്നിട്ടുണ്ട്. ഒരു ഹോൾസെയിൽ മെഡിക്കൽ സ്റ്റോറിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സാംസങ്ങിന്റെ മൊബൈലിന്റെ ഷോറൂമിനകത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കിൻഡർ ഗാർഡൻ ടീച്ചറായിട്ട് ജോലി ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഇതിനൊന്നും എനിക്ക് പ്രാപ്തി ഉണ്ടായിട്ടല്ല. ആമേൻ. കർത്താവിനോട് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇതിനകത്ത് പലരുടെയും സഹായത്തിന്റെ കരം പല സമയങ്ങളില് എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം ഞാൻ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരെ ആരെയും വിളിക്കാറില്ല. കാരണം എനിക്ക് അവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല. പക്ഷെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അവരെ നന്ദിയോടെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും, കർത്താവേ, അവര് ചെയ്തതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവര് മറന്നു കാണും. പക്ഷെ അങ്ങ് മറക്കുന്ന ദൈവമല്ല. അവരേതെങ്കിലും വേദനയുടെ സാഹചര്യത്തിലാണ് കടന്നു പോകുന്നെങ്കിൽ എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാനെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് അവരെയൊക്കെ ഓർത്ത് ആദരിക്കണമേ. ഞാൻ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവെ, എത്ര പേർക്ക് ഭവനം വെച്ചു കൊടുക്കുന്നുണ്ട്, എത്ര പേർക്ക് നന്മകൾ ലഭിക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ പക്ഷെ ഇങ്ങനെയൊക്കെ. സ്തോത്രം. പക്ഷെ എനിക്കൊന്ന് പറയാൻ പറ്റും, ഹല്ലേലൂയ, മനുഷ്യന്റെ സഹായങ്ങളൊക്കെ വ്യർത്ഥമാകുമ്പോൾ അവൻ നമ്മുടെ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ കരം വ്യർത്ഥമായിട്ടില്ല. നമുക്ക് അന്നു വേണ്ടുന്നത് നൽകി തന്ന് സർവശക്തൻ നമ്മളെ വഴി നടത്തുവാനിടയായി തീരും. ആമേൻ. എനിക്ക് സാക്ഷ്യം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ആന്റി. കാരണം എനിക്ക് അതുപോലെ നെഞ്ച് വേദനിക്കുക. കാരണം ഇന്നിരുന്ന് ഞാൻ പറയുമ്പോ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കടന്നു വന്ന ഓരോ രാത്രികളെ കുറിച്ചും കടന്നുപോയ ചില സാഹചര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാതെ വണ്ണമുള്ള അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഞ്ചു വേദനിക്കും. കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ദേവദാസി പറഞ്ഞാൽ പറ്റും. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമാണല്ലോ ദൈവം കൂടെ ഇരുന്ന് നടത്തിയത്. ദേവദാസിയെ കർത്താവ് ബലപ്പെടുത്തി ഇവിടെ വരെ കൊണ്ടുവന്നല്ലോ. പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഞങ്ങളെ നടത്തി, കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. എന്നാൽ ഈ സമയങ്ങളിൽ ഈ ജോലിയുടെ എല്ലാ ഇടയ്ക്കൂടെ ആമേൻ ചിലരുടെ നഖം വെട്ടിക്കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ഹൈന്ദവരായിട്ടുള്ള പലരെയും ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഭാഗ്യം തന്നു. അനേക ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി. എന്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ചിലർക്ക് കൂട്ടുകിടക്കാൻ പോയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ആ ദിവസങ്ങളെയൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ ഇതൊക്കെ എങ്ങനെ സാധിച്ചു ആമേൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആമേൻ. ഞാൻ ഇന്ന് പല സഭകളിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടിവരവുകളിലൊക്കെ പോയി സുവിശേഷം കർത്താവിനെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വ്യക്തിപരമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ അടുക്കിലേക്ക് ആമേൻ ഒക്കെ കടന്നു എന്ന് ദൈവവചനം പറയാനാ. ആമേൻ. പൂജപ്പുര വനിതാ സെൻട്രൽ ജയിലില്
മാസത്തിൽ ഒരു പ്രാവശ്യം പോയിട്ട് നമുക്ക് ആരാധന നടത്തിയിരുന്ന സാഹചര്യങ്ങളുണ്ട്. കൊല്ലം ജില്ലാ ജയിലില് ആമേൻ പോയി പ്രവർത്തിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അവരുടെ നടുവിലൊക്കെ ചെന്നിട്ട് ആമേൻ വചനം പറഞ്ഞു കൊടുക്കുവാൻ ദൈവം എനിക്ക് ഒരുപാട് ഭാഗ്യ പദവികൾ ദൈവം തന്നിട്ടുണ്ട്. കാരണം ആമേൻ സ്തോത്രം, പലയിടത്തു നിന്നും എല്ലാവരും എന്നെ തള്ളി മാറ്റി യു ആർ എ യങ് വിഡോ എന്ന് പറഞ്ഞ് ഒരു പാസ്റ്റർ ഭാര്യ എന്നുള്ള ഒരു കാരുണ്യം പോലും ഇല്ലാതെ പലരുടെയും വീട്ടുജോലിക്കൊക്കെ എന്നെ വിളിച്ച സാഹചര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവ് എന്നെ അതിലൊന്നും ഏൽപ്പിച്ചു കൊടുക്കാതെ ഹല്ലേലൂയ വിവിധ ജോലികൾ ചെയ്തും ആമേൻ സ്തോത്രം മാന്യതയോടെ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠകരമായ വിദ്യാഭ്യാസം എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നു. ആമേൻ സ്തോത്രം. ഏറ്റവും പറയാനുള്ളത് ഹല്ലേലൂയ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ അത്യുന്നത ദൈവം എന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചു. എന്റെ കണ്ണുനീര് കണ്ട് അവൻ എന്നോടുകൂടെ കരയുന്ന സ്തോത്രം, അല്ലെങ്കിൽ ജീവിതത്തിൽ പകച്ചു നിന്ന സമയങ്ങളില് ഞാൻ ഈ വചനം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കുഞ്ഞുങ്ങളെ ഇവിടെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഹല്ലേലൂയ ഈ വചനമോ യേശുപ്പച്ചനോ പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ഉള്ള കാലത്തോളം നമ്മൾ ലജ്ജിക്കത്തില്ല, നമ്മൾ പരാജയപ്പെടത്തില്ല, നമ്മൾ ഇതിനെയൊക്കെ ജയിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ മാറോട് ചേർത്ത് നടത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. കാരണം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് 2-3 സ്വപ്നങ്ങൾ എന്നെ കാണിച്ചിട്ടുണ്ട്. അതിലൊരു സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് ഹല്ലേലൂയ ആയിരുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ അസുഖം വരുന്നത്. ഞങ്ങളിങ്ങനെ എറണാകുളത്ത് ബോങ്കയുടെ മീറ്റിംഗ് നടന്നു. അനവധി സ്തോത്രം സ്തോത്രം പുരുഷാരത്തിന്റെ അനവധി പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുക, ഒരു ഭയങ്കര ജനബാഹുല്യത്തിന്റെ നടുവിൽ നിൽക്കുക. പെട്ടെന്ന് എന്റെ കൂടെ നിന്ന് അച്ഛനെ കാണുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാവരും അവിടെ പരിഭ്രമിച്ച് നോക്കുകയാ. ഞാൻ അവിടെ നിന്ന് കരയുന്നുണ്ട്, അച്ഛനെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും കൂടെ ഒരു ബസ്സിനകത്തേക്ക് അങ്ങ് പിടിച്ചു കയറ്റുകയാണ്. ഞങ്ങളിങ്ങനെ യാത്ര തുടർന്ന് ബസ്സൊക്കെ നിർത്തുന്ന ഉടനെ ഞാൻ ഓടിച്ചെന്ന് ഈ ടെലിഫോൺ ബൂത്തൊക്കെ കാണുന്നിടത്തുനിന്ന് വിളിച്ചു നോക്കുക, അച്ഛൻ എവിടാ? ആമേൻ സ്തോത്രം. എനിക്ക് മറുപടിയില്ല. ആമേൻ ഹല്ലേലൂയ. പിന്നീട് വീണ്ടും ഇവരെല്ലാരും കൂടെ എന്നെ പിടിച്ച് ബസ്സിൽ കയറ്റും. വീണ്ടും ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുക, എറണാകുളത്ത് ഒരു വലിയ പൈപ്പ് ലൈൻ പൊട്ടി, അവിടെ എല്ലാം വെള്ളമാ, ഈ കൊച്ചും ഈ കുഞ്ഞുങ്ങളും എങ്ങനെ മുന്നോട്ട് പോകും, ഇവരെങ്ങനെ ജീവിക്കും? പെട്ടെന്ന് ഞാൻ കാണുന്നത് എന്റെ ഷോൾ എടുത്തിട്ട് എന്റെ മോളെ ഇങ്ങനെ കെട്ടി എന്റെ മാറോട് ചേർത്ത് ഇങ്ങനെ എന്റെ വയറിനോട് ചേർത്ത് കെട്ടിയിട്ടിട്ട് എന്റെ മോനെ ഞാൻ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ആ ബസ്സിന്റെ സീറ്റിൽ ഇങ്ങനെ ഇടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് എന്നെ കാണിച്ചു. ഒന്നോർക്കണം, ഈ പറയുന്ന ഈ ദർശനങ്ങൾ കാണുന്ന സമയങ്ങളൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് ഉറക്കി കിടത്തിയിട്ട് 11 മണിക്കോ 10:30 ഒക്കെ പ്രാർത്ഥിക്കാനിരുന്നാൽ 1 മണിയോ 2 മണിയോ ഒക്കെ ആകുന്നത് ഞാൻ അറിയത്തതേ ഇല്ലായിരുന്നു. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് അച്ഛന്റെ മരണശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വിധവയായാൽ ഞാൻ എന്തൊക്കെ അഭിമുഖീകരിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. കാരണം ഞാൻ വീട്ടിലെ ഇളയതാ. സെമിനാരിലെ ആ പഠനം കഴിഞ്ഞ ഉടനെ വിവാഹം കഴിയുന്നു. 6.25 വർഷമേ ഉള്ളൂ ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം. എനിക്ക് ലോകമായിട്ട് വലിയ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത, വളരെ പക്വതയില്ലാത്ത ഒരു ജീവിതമായിരുന്നു എന്റേത്. ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇതെല്ലാം കർത്താവിന്റെ ദാസൻ തന്നെ ആയിരുന്നു എല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ എന്നെ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദൈവത്തോട് ചോദിക്കാനുണ്ട്. എന്നാൽ അവൻ നടത്തിയ വിധങ്ങള് തിരിച്ചറിയുമ്പോൾ ഒന്നും ചോദിക്കാനില്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ആമേൻ. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂത്ത മോളിപ്പോൾ മെഡിസിൻ 2nd ഇയറിന് ദുബായിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതും വളരെ അത്ഭുതകരമായ ഒരു വഴിയായിരുന്നു. കാരണം മോള് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞാ. ആമേൻ. എന്നോടുള്ള വാഗ്ദത്തങ്ങള് ആമേൻ അനേക ഇടങ്ങളിൽ അനേക രാജ്യങ്ങളിൽ കർത്തൃവേല ചെയ്യുമെന്ന്.
എന്നാൽ അച്ഛൻ മരിച്ച ശേഷം എല്ലാ സ്ഥലത്തു നിന്നും എല്ലാവരും എന്നെ ഒതുക്കി നിർത്തി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു ദേവദാസൻ പറയാം, റാണി യു ആർ എ യങ് വിഡോ. എന്നെ ഒരു കത്തി കൊണ്ട് കുത്തി അങ്ങ് കൊന്നാലും എനിക്ക് അത്രയും വേദന വരത്തില്ല. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും വിധവമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അനാഥരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്നാൽ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് വിധവയെന്നും അനാഥരെന്നും പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്തെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ കൈകളിലുള്ള നന്മ പൊതുസമൂഹത്തിൽ വെച്ച് അനാഥർക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്യുമ്പോൾ, വിധവമാർക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആമേൻ പറയുന്നുണ്ടായിരിക്കും, ആമേൻ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാ ചെയ്യുന്നത്. പക്ഷെ അത് വാങ്ങിക്കുന്നവരുടെ ഉള്ള് ആമേൻ ആമേൻ വളരെ തകർക്കപ്പെടും കേട്ടോ. അത് സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. എന്തിനാ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അവരുടെ ആശ്വാസത്തിനാണെങ്കിൽ, അവരെ തണുപ്പിക്കുന്നതിനാണെങ്കിൽ, അവരുടെ വിശപ്പടക്കാനാണെങ്കിൽ, ഒരിക്കലും അവരുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടാവരുത് നമ്മൾ ആ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ കരുതലുകൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് കണ്ട് ആമേൻ, സ്തോത്രം, ഞാൻ ഇങ്ങനെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു, കർത്താവിന്റെ വേല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻസ് ഈ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ ഓടി നടന്ന് എന്നാൽ ആവോളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എടുത്തെറിയുന്നത് പോലെ ദുബായിലേക്കാണ് ഞാൻ ആദ്യ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെല്ലുന്നത്. അവിടെ നിന്ന് കുവൈറ്റിലേക്ക്. ആമേൻ, അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി പിന്നെ എന്നിൽ കൂടെ വെളിപ്പെടുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മേൽ ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചില സമയങ്ങൾ നമ്മൾ കഠിന ശോധനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകും. നമ്മുടെ മുന്നിൽ ഒരു വഴിയും കാണത്തില്ല. ആമേൻ, സ്തോത്രം. ചില സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, യേശുപ്പാ, പ്രത്യേകിച്ചും ഈ വീട് കിട്ടത്തില്ല, അല്ലെങ്കിൽ ലഭിക്കുന്ന വീടുകൾക്കകത്ത് അവൻ ഞെരുങ്ങുന്ന ഞെരുക്കങ്ങള്. ഞാനൊരു ആമേൻ, സ്തോത്രം, വീട്ടിൽ താമസിച്ച് എന്നും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പണിയാ. സ്തോത്രം, 2ാമത്തെ നിലയാ. എന്റെ കയ്യിൽ കിട്ടിയ നന്മകളെല്ലാം അതിനകത്ത് ഒഴുകിപ്പോയതുപോലെ പോയിട്ടുണ്ട്. കാരണം എനിക്ക് സുരക്ഷിതമായ ഒരിടം വേണം. സുരക്ഷിതമായ ഒരു ഭവനമില്ലാത്തതിന്റെ വേദന ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്റെ മോൻ ഇച്ചിരിയും കൂടെ വളർന്നു. ഹല്ലേലൂയ. പക്ഷെ ചിലർ വീടുകൾ നമ്മുടെ വിശ്വാസികളാണെങ്കിൽ വീട് തരികയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്റെ ജീവിതാനുഭവം ഞാൻ ഈ പറയുന്നത്. നമ്മൾ വാടക കൊടുക്കുവോ, ഇനി അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുവോ? ഭയങ്കര വെപ്രാളവാ എല്ലാവർക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 16 വർഷം 17ാമത്തെ വർഷവും ഹല്ലേലൂയ ഞാൻ വാടക കൊടുത്താ ജീവിക്കുന്നത്. ഇന്ന് വരെ ഒരു മാസത്തെ പോലും വാടക കൊടുക്കാനില്ലാതെ ഹല്ലേലൂയ ആരും ഒരു വാടക കിട്ടുന്നില്ലെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയുവാനോ ആമേൻ ഞങ്ങളെ ലജ്ജിപ്പിക്കുവാനോ ദൈവം ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. എന്നാൽ പലപ്പോഴും അല്ലാതെ വലിയ വേദനകള് ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിച്ചപ്പോഴാ കർത്താവ് എനിക്ക് ശുശ്രൂഷയുടെ മുഖാന്തരങ്ങൾ ഒരുക്കി തന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഒരു റെയിൽവേയുടെ ജോലി, ഒരു PSC എഴുതി ഒരു ജോലിയോ കിട്ടാൻ കാത്തിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഒരു ഭവനം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും ദൈവം എനിക്ക് തന്നില്ല. പിന്നെയോ ദൈവം എന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ശുശ്രൂഷയുടെ അളവൊന്ന് വർദ്ധിപ്പിച്ച് തന്നിട്ട് ശുശ്രൂഷയ്ക്കുള്ള മുഖാന്തരങ്ങളെ തന്ന് ദൈവം തന്റെ വേലയ്ക്കായിട്ട് എന്നെ ഇറക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ സമയത്താണ് എന്റെ മോള് 10ാം ക്ലാസ് എഴുതുന്നത്. ഹല്ലേലൂയ. അവള് പഠിച്ചിരുന്നത് ICSE സിലബസ്. അവൾ അതിനൊപ്പം തന്നെ CBSEയുടെയും കേരളയുടെയും കൂടെ പുസ്തകം എടുത്ത് പഠിക്കുവാനിടയായി തീർന്നു. അവൾക്ക് വീട്ടിലെ ജോലിയുണ്ട്, ട്യൂഷനില്ല, അമ്മ സുഖമില്ലാത്തതാ. അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ ദുബൈയിലും കുവൈറ്റിലും ഒക്കെ പോയത്. ഹല്ലേലൂയ. എന്നാൽ വിശ്വസ്തനായ ദൈവം അവിടെയൊക്കെ ദൈവം കരുതി അനുമോൾക്ക് നല്ലൊരു റിസൾട്ട് ഹല്ലേലൂയ ആമേൻ ദൈവം 10ാം ക്ലാസ്സിൽ കൊടുത്തു. ആമേൻ +1 +2 നല്ല രീതിക്ക് പഠിച്ചു നല്ലൊരു റിസൾട്ട് ദൈവം അവൾക്ക് കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ കൊണ്ടു നടന്ന് ആമേൻ എഞ്ചിനീയറിംഗിന്റെ എക്സാം എഴുതിക്കും, നീറ്റ് എഴുതിച്ച് എല്ലാം എഴുതിക്കും. ഹല്ലേലൂയ. കാരണം ഞാൻ ഒരു കാര്യമേ മോളോട് പറഞ്ഞിട്ടുള്ള, മോളെ എന്റെ പൈസ ഇല്ല, എവിടെങ്കിലും മെറിറ്റിൽ മോൾ എഴുതിയെടുക്കണം. സ്തോത്രം. ആമേൻ. എന്റെ കൂടെയുള്ള പ്രയർ ടീമിൽ എല്ലാവരും പറയും, അങ്ങ് കുഞ്ഞിനെ ഇട്ട് ഇത്രയും കഷ്ടപ്പെടുത്തിക്കാതെ. സ്തോത്രം.
എന്നെ ഒരുപാട് എല്ലാവരും വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ഞാൻ തമിഴ്നാട്ടിലും ഹല്ലേലൂയ അതെ മിലിറ്ററിയുടെ നഴ്സിംഗ് എക്സാം ഏതെല്ലാം എഴുതാമോ എല്ലാം എഴുതിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ CMC വെല്ലൂരില് നഴ്സിംഗിന്റെ അഡ്മിഷൻ എല്ലാം ഓക്കെ ആയി. അവിടുത്തെ ടോപ്പർ ആയിരുന്നു. എന്നാൽ ഞങ്ങൾ പോകാനെല്ലാം ക്രമീകരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പല വിധത്തിൽ അതിനെ തടഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് യുക്രൈനിലേക്ക് മെഡിസിൻ പഠനത്തിനായിട്ട് കടന്നു പോകാനുള്ള വഴികളെ ദൈവം തുറന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല. ഹല്ലേലൂയ. ഒറ്റ ആഴ്ച കൊണ്ട് ദൈവം പലരെ കൊണ്ടും, അവർ ഇന്ന കാര്യത്തിന് വേണ്ടി നല്ല കുഞ്ഞിന്റെ പഠനത്തിന് വേണ്ടിയെന്നും പറഞ്ഞ് പലരും അയച്ചത് എന്നെ തന്നെ അതിശയിപ്പിച്ചു. കാരണം ഹല്ലേലൂയ, ഞാൻ ശുശ്രൂഷയിൽ ദുബൈയിലും കുവൈറ്റിലും മസ്കറ്റിലും ഒക്കെ കടന്നുപോയ ഇടത്ത് നിന്ന് പലരും പല സമയത്ത് നന്മ എനിക്ക് നൽകാതിരുന്നവരെ കൊണ്ടെല്ലാം ഇതൊന്നും അറിയാതെയാണ് ദൈവം അവരുടെ കൈ തുറന്ന് എനിക്ക് തരുവാനിടയായി തീർന്നത്. ഒറ്റ ആഴ്ച കൊണ്ട് 6 ലക്ഷം രൂപയോളം ഞങ്ങളുടെ കരങ്ങളിൽ ലഭിക്കാനിടയായി തീർന്നു. ഇവള് +2 കഴിഞ്ഞു, കുഞ്ഞിന് പഠിക്കണം എന്നുള്ള ചിന്ത വെച്ചിട്ട് ഓരോരുത്തർ അയച്ചു തന്നതാ ആ സമയം. എത്ര വിവരിച്ചാലും ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് എനിക്ക് പറവാൻ പോരാ. ഹല്ലേലൂയ. ഒറ്റ ആഴ്ച കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഒരു ഏജന്റ് സ്തോത്രം, നമ്മുടെ ഇമ്മാനുവൽ മിനിസ്ട്രീസിന്റെ പ്രെയർ ഗ്രൂപ്പിലെ ഒരു ആന്റിയുടെ കസിൻ ആയിരുന്നു. ഏജന്റ് ഫീസ് മേടിക്കാതെ ഹല്ലേലൂയ എല്ലാവരും 10-13 ലക്ഷം രൂപ മുടക്കി പോയപ്പോൾ ഞാൻ ആകെ എന്റെ കുഞ്ഞിന് വേണ്ടി ചെലവാക്കിയത് 6 ലക്ഷം രൂപയാണ്. സ്തോത്രം. കുഞ്ഞ് യുക്രൈനിൽ പോയി. ഹല്ലേലൂയ. 3-ാമത്തെ മാസമാണ് യുദ്ധം നടക്കുന്നത്. ഏറ്റവും യുദ്ധം കൊടുമ്പിരി കൊണ്ട സ്ഥലത്ത് അനുമോടെ കൂടെ അനുമോടെ സെയിം കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആണ് ബാംഗ്ലൂരിലുള്ള. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്തോത്രം ഒരു സുരക്ഷിതത്വമുള്ള ഇടത്തല്ലായിരുന്നു, ബങ്കറിലൊന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. അവര് താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ബേസ്മെന്റിലൊക്കെ ദൈവം അവരെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ പരിപാലനം അവരെ അനുഭവിച്ചു. കാരണം അനുമോൾ പിന്നീട് എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ ഓർത്തത് കൊണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ കർത്താവ് അവിടെ അത്ഭുതങ്ങളെ ചെയ്തത്. കാരണം എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ അനുമോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അനുമോൾ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കും. തൊട്ട് മുന്നേ ഒക്കെ ഷെല്ല് വന്ന് വീഴുന്നതും മിസൈല് വന്ന് വീണിട്ട് പൊട്ടാതെ ഹല്ലേലൂയ പോയ സന്ദർഭങ്ങളൊക്കെ സ്തോത്രം. ഹല്ലേലൂയ. മോളിങ്ങനെ ഇരുന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവിടെ എല്ലാം സൂക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കാർക്കിവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഒരിക്കല് ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുക, കാർക്കിവ് ഫുള്ള് റഷ്യ വളഞ്ഞു, അതിനെ മൊത്തത്തിൽ തകർക്കാൻ പോവുകയാ. ഈ ദിവസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡില്ല, ഒന്നുമില്ല, കൊടും തണുപ്പാണ്. അതിരാവിലെ ഇവർ എഴുന്നേറ്റ് സ്തോത്രം മെട്രോയുടെ അടിയിൽ കൂടെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് സ്തോത്രം അവര് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒറ്റ ട്രെയിനകത്ത് ഈ വിദേശി കുട്ടികളെ കയറ്റത്തില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് നിലവിളിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറ്റയ്ക്ക് സ്തോത്രം നമ്മൾ വിട്ട് സ്തോത്രം ഇങ്ങനെ ഒരു മെഡിക്കൽ സ്തോത്രം MBBS പഠിക്കാനായിട്ട് വിട്ടപ്പോൾ തന്നെ പലർക്കും എതിർപ്പാ. ഹല്ലേലൂയ. പല ഭാഗത്തു നിന്നും ബന്ധുക്കടയായാലും ചർച്ചിന്റെ ഭാഗത്തു നിന്നും എല്ലാം എതിർപ്പുകളാ. പക്ഷെ എനിക്കറിയാം, ഞാൻ സ്വയമേ ഒന്നും ചെയ്തതല്ല, എന്റെ ഇഷ്ടത്തിന് വിട്ടതല്ല. ഞാൻ ആ നഴ്സിംഗിന് CMC വിടാനായിട്ട് എല്ലാം റെഡിയാക്കിയതാ. എന്നാൽ ദൈവം ഞങ്ങളെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാ എന്ന് ആ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അയച്ചതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്. അബ്രഹാമിന്റെ സന്തതിക്ക് വേണ്ടിയുള്ള കരുതൽ കുഞ്ഞിനു വേണ്ടി വെളിപ്പെടുമെന്ന് പറയുകയല്ല, വെളിപ്പെടുത്തി ദൈവം അയച്ചതാ. പക്ഷെ ഞാൻ അഭിമുഖീകരിച്ചത് വളരെ കാഠിന്യമേറിയ അനുഭവം. ഞാന് സ്തോത്രം ഇവിടോട് നെടുമ്പാട് വീണു. മോശയും അഹ്റോനും ഒക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്ത് നെടുമ്പാട് വീണ് ദൈവസന്നിധി നിലവിളിക്കുന്നത് പോലെ ഞാൻ നിലവിളിപ്പാനിടയായി തീർന്നു. കാരണം ഞാൻ ഒരു വീട്ടിൽ നിന്ന് മാറി ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ വീട്ടിൽ ഞാൻ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി വേദന അനുഭവിച്ചിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് വന്നത്. അപ്പോഴത്തേക്ക് ശാരീരികമായിട്ട് എനിക്ക് സുഖമില്ല. എല്ലാവരുടെയും വായിലെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ പോലും കഴിവില്ലാതെ ഞാൻ ആയിത്തീർന്ന ദിനരാത്രങ്ങളിൽ ഇമ്മാനുവൽ മിനിസ്ട്രീസിലെ സഹോദരിമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ രാപ്പകൽ എനിക്ക് വേണ്ടി ഉറക്കം വിളച്ചിരുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞിന്റെ ഒരു തലമുടി നാരയ്ക്ക് പോലും കേടുപാട് വരുത്താതെ ദൈവം ഇവിടെ കൊണ്ടുവരും.
അങ്ങനെ കുഞ്ഞ് ഹംഗറി വഴിയൊക്കെ അമേൻ സ്തോത്രം ഹാലലി ബോംബെയിൽ വന്നു. അമേൻ ഇവിടെ നാട്ടിൽ വന്നു. ഒരു 7-10 ദിവസം അവര് ഹാലലി യാത്രയുടെ കാര്യങ്ങളിൽ എല്ലാം ആയിരുന്നു. ദൈവം അവിടെ എല്ലാം സൂക്ഷിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ വേദനയോട് ഇരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അബുദാബിയിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഹല്ലേലൂയ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 4-5 സീറ്റ് ഉണ്ട്. സ്തോത്രം. ആ വിവരം അറിഞ്ഞ് ഞങ്ങളും അപ്ലൈ ചെയ്തു. അവൻ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തത് കൊണ്ട് അവർ ഓഫ്ലൈൻ എക്സാം വെച്ചു. ഞങ്ങളും പോയി എക്സാം എഴുതി. ഹല്ലേലൂയ. അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതലായിരുന്നു. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല. ഹല്ലേലൂയ. ദൈവം അത് തന്നു. എനിക്ക് വിസ ഹല്ലേലൂയ തന്നു. അതും ഒരു കോൺഫറൻസിന് ഷാർജയിലേക്ക് എന്നെ വിളിച്ചു. അവരെനിക്ക് വിസ ഇട്ട് തരുവാനിടയായി തീർന്നു. അവൻ താമസ സൗകര്യം ഒരു പ്രിയപ്പെട്ടവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഹല്ലേലൂയ ചേച്ചി കേറി വാ, ചാച്ചൻ 2 ദിവസം ലീവ് എടുത്തു. ആമേൻ. അത് ദൈവം അത്ഭുതകരമായിട്ട് ആമേൻ പ്രിയപ്പെട്ടവരെല്ലാം ഒരുക്കി. അതെങ്ങനെ ഒരുക്കിയെന്ന് വെച്ചാൽ നമ്മുടെ മേൽ വാഹനമേറിയിരിക്കുന്ന ഒരു കഴുതപ്പുറത്ത് കർത്താവിന് കയറാൻ തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ഹല്ലേലൂയ. കെട്ടും ആമേൻ ആർക്കും വേണ്ടാതെ കിടന്നതിനെ അഴിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് വാഹനമേറി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അത്യുന്നതന്റെ ആ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവൻ ജനം നമ്മളെ ആദരിക്കാൻ തുടങ്ങി, മാനിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി എക്സാം എഴുതിയപ്പോൾ ദൈവം അവിടെ ഉന്നത വിജയം കൊടുത്തു. ഹല്ലേലൂയ. 50 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ലഭിച്ചു. ഹല്ലേലൂയ. 3 വർഷം ഫീസ് അടയ്ക്കണ്ട. ആ സ്കോളർഷിപ്പ് എമൗണ്ട് അങ്ങനെ അടഞ്ഞു പോകും. അങ്ങനെ കൃപയാൽ അവളുടെ 2ാം വർഷം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വലിയ കൃപയാൽ മെഡിസിൻ 3rd സെം കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ 3rd സെമ്മിലും ഏറ്റവും ഉന്നതമേറിയ വിജയം ദൈവം എന്റെ കുഞ്ഞിന് കൊടുത്തു. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ആഴ്ചകളില് അനവധി അമ്മമാർ എന്നെ വിളിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് മെഡിസിന് പഠിക്കാൻ കഴിയുന്നില്ല. ആമേൻ. അവർക്ക് പഠനം നിർത്തി തിരിച്ചു വന്നാൽ മതി. ചിലരൊക്കെ അങ്ങ് തോറ്റുപോവുകയാ. ആമേൻ. ഇത് പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ ദൈവസന്നിധി നിലവിളിച്ചു. പക്ഷെ ഇന്നലെ 3rd സെമ്മിന്റെ മോഡൽ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അവിടെയൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നാൽ അവിടെ ആ ജനനം മുതല് അവൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ വളർച്ചയിലെല്ലാം അവൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അവൾ ഒരുപാട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവൾ ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും, ചർച്ച തലങ്ങളിലും, അമ്മ ബന്ധുക്കളുടെ ഇടയിലും ഒക്കെ അമ്മേൻ എന്റെ കുഞ്ഞ് ഒരുപാട് കണ്ണുനീർ ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പ്രൈസ് ഗോഡ്, ഇന്ന് എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ആമേൻ രാവിലെ ഒരു ഹല്ലേലൂയ സൂം മീറ്റിങ്ങിനകത്ത് അവൾ കയറി ദൈവത്തെ വർഷിപ്പ് ലീഡ് ചെയ്യാനിടയായി തീർന്നു, ആരാധിപ്പാനിടയായി തീർന്നു. ഞാനത് കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. കാരണം ഒരു ആമേൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. അവളുടെ പപ്പയുടെ മരണശേഷം ആരോടും മിണ്ടാത്ത ഹല്ലേലൂയ ആരുമായിട്ടും വലിയ സഹകരണമില്ലാതിരുന്ന ആ കുഞ്ഞിനെ ദൈവം ആമേൻ ശക്തിയോടെ ഈ തലമുറയിൽ ഉപയോഗിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ കരുണയാൽ കുഞ്ഞവിടെ പഠിക്കുന്നു. ആമേൻ സ്തോത്രം. അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഹോസ്റ്റൽ എടുത്ത് താമസിപ്പിക്കാൻ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു ബെഡ് സ്പേസിലാണ് കുഞ്ഞ് താമസിക്കുന്നത്. ആമേൻ സ്തോത്രം. അതിന് ആമേൻ അവിടെ ആവശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ദൈവജനം ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മോൻ +1 പഠിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ വിവിധ ഇടങ്ങളിൽ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യുന്നു. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഞങ്ങൾ ആൻഡമാൻസില് ആമേൻ കർത്തൃവേല ചെയ്യുന്ന സമയത്താണ് സുനാമി ഉണ്ടാകുന്നത്. ഭൂമി കിടുകിട കീറുന്നത്, മത്തനെ പോലെ ചാഞ്ചാടുന്നത് ഞങ്ങൾ അവിടെ അനുഭവിപ്പാനിടയായി തീർന്നു. കാരണം ഞങ്ങള് അവിടെ ഹല്ലേലൂയ ലിറ്റിൽ ആൻഡമാൻസ് അല്ലെങ്കിൽ ഹഡ്ബേ എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ കടന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങളെ വിളിച്ച ദേവദാസൻ വേഗത്തിൽ പറഞ്ഞു, മിഡിൽ ആൻഡമാനില് മായാബന്ദർ, നിംബുഡര, രംഗം എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളില് പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന ചിലരുണ്ട്. ആമേൻ അച്ഛൻ അന്ന് ബീഡിയൊക്കെ കഴിഞ്ഞ് ആമേൻ സ്തോത്രം ചെന്നതായതുകൊണ്ട് അവരെ പോയി ദൈവവചനം പഠിപ്പിക്കണം. അതുകൊണ്ട് ലിറ്റിൽ ആൻഡമാൻസിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ആ ലിറ്റിൽ ആൻഡമാൻസിലേക്ക് പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് ചർച്ചയ്ക്ക് ആ സുനാമിയുടെ സമയത്ത് വാഷ് ഔട്ട് ആയി പോവുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ അവിടെ എല്ലാം സൂക്ഷിച്ചു. ഞങ്ങൾ മിഡിൽ ആൻഡമാനിലേക്ക് അന്ന് വെളുപ്പിന് യാത്ര തിരിക്കേണ്ടതായിരുന്നു. അവിടെയും ദൈവം ഞങ്ങളുടെ യാത്രയെ തടഞ്ഞു. കാരണം ഞങ്ങൾ അത് കടന്നു പോകേണ്ടത് ഈ ജറവാസ് ഒക്കെ നരഭോജികൾ താമസിക്കുന്ന ഇടങ്ങൾ കടന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആ ഉൾക്കടലുകളിലൂടെ ഒക്കെ ജങ്കാറുകളിലൊക്കെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണമായിരുന്നു മിഡിൽ ആൻഡമാനിലേക്ക്
യാത്രയിലേക്ക് പോകാൻ ദൈവം എന്നാൽ അവിടെയെല്ലാം ഞങ്ങളെ സൂക്ഷിച്ചു. ആ യാത്രയെ ദൈവം തടഞ്ഞു. പോർട്ട് ബ്ലെയറെ ദൈവം സൂക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. വളരെ ഭീതിജനകമായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയെങ്കിലോ ആമേൻ മഹത്വമുള്ള ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തികൾ അനവധി കാണുവാൻ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമുക്ക് ഈ ഭൂമിയിൽ എന്ത് നേടിയെന്നുള്ളതിലല്ല, കർത്താവ് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു. ആമേൻ. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഹല്ലേലൂയ ആമേൻ ആമേൻ നമ്മളെ കുറിച്ച് ആമേൻ ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന് നമ്മളിൽ സന്തോഷം തോന്നുന്നു, ദൈവത്തിന് പ്രസാദകരമായ രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. നമ്മുടെ ഹല്ലേലൂയ പല ആമേൻ പലതിനെയും വിട്ടോടുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കപ്പെടും. കാരണം നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും നമ്മുടെ ചിന്തകളൊക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട് ആമേൻ നമ്മുടെ ജീവിത കാലയളവില് പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതം വളരെ വിശുദ്ധമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയില് അല്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥനയില് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക. കാരണം ഒരുപാട് സൂം മീറ്റിങ്ങുകളോ ഗൂഗിൾ മീറ്റുകളോ ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് ലൈവുകളോ ഒക്കെ നമുക്ക് കേൾപ്പാൻ കാണും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് തേജസ്സോടെ നിൽപ്പാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ രഹസ്യ ജീവിത വിശുദ്ധി പാലിക്കുക, രഹസ്യ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരിക. നമുക്ക് മറ്റുള്ളവരെ എങ്ങനെയും കബളിപ്പിക്കാം. ആമേൻ. കപടഭക്തിയുടെ ആവരണം ധരിക്കാം. പക്ഷേ ഹല്ലേലൂയ ഈ ലോകത്ത് കപടഭക്തിയുടെ ആവരണം ധരിക്കുന്നതോ ഒരുപാട് പുൾപിറ്റുകളിൽ നിന്ന് വചനം സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ലോക പ്രശസ്തി നേടുന്നതോ ഒന്നിനകത്തുമല്ല കാര്യം. പിന്നെയോ ക്രിസ്തു മുൻപാകെ ആമേൻ എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ ഞാൻ പെരുമാറും, ഒരു നീച കാര്യം എന്റെ കണ്ണിൻ മുമ്പിൽ വയ്ക്കുകയില്ല. ഹല്ലേലൂയ. അകൽ ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ ഹല്ലേലൂയ കർത്താവ് നമ്മളോട് പറയുന്നത് അനുസരിച്ച് ഒരു വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം എനിക്ക് കൃപ തരണമേ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. ആമേൻ ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ത്യം വരെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഞാനും കുഞ്ഞുങ്ങളും ദൈവകൃപയെ നിൽപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു കാര്യം പറയാൻ വന്നത്, ഞങ്ങൾ ആൻഡമാൻസിൽ നിന്ന് വന്ന സമയത്താണ് കർത്താവിന്റെ ദാസൻ ഇമ്മാനുവൽ മിനിസ്ട്രീസ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത്. എന്നാൽ 2007 എനിക്ക് മോൻ ജനിക്കുമ്പോൾ ഹല്ലേലൂയ ആ മോന് ആമേൻ സ്തോത്രം ഇമ്മാനുവൽ എന്ന് പേരിടാനിടയായി തീർന്നു. 2005 ഞങ്ങൾ ഇമ്മാനുവൽ മിനിസ്ട്രീസ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത്. 2008 കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർന്നപ്പോൾ ഇമ്മാനുവൽ മിനിസ്ട്രീസിനെ കുറിച്ച് ഞാൻ മറന്നേ പോയി. കാര്യം എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തണോ ആമേൻ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ 2020 ആമേൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ദുബായ് അബുദാബിയില് ലോക്ക്ഡൌണിന്റെ സമയത്തിരിക്കുമ്പോൾ വീണ്ടും ഇമ്മാനുവൽ മിനിസ്ട്രീസിനെ കുറിച്ച് ദൈവം ഓർപ്പിച്ചു. ആമേൻ സ്തോത്രം. ഞങ്ങൾ അതൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങുവാൻ കർത്താവ് അനവധി സഹോദരിമാരെ കൂട്ടിവരുത്തി. ഹല്ലേലൂയ. ആ 2020 മുതൽ ഇന്ന് വരെയും ആമേൻ സ്തോത്രം എല്ലാ ദിവസവും അതിനകത്ത് പ്രാർത്ഥനയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നൈറ്റ് പ്രെയർ ഉണ്ട്. ആമേൻ. മിക്ക ഹല്ലേലൂയ മാസ ആദ്യങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം കൃപ ചെയ്യുന്നു. എന്ന് മാത്രമല്ല 2021 ഇമ്മാനുവൽ മിനിസ്ട്രീസ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. ആമേൻ. ചില ദർശനങ്ങളെ ദൈവം എനിക്ക് തന്നു. വിശക്കുന്നവനെ വിശപ്പറിഞ്ഞവനെ മറ്റുള്ളവരുടെ വിശപ്പറിയത്തുള്ളൂ. ഭവനമില്ലാതെ ഇങ്ങനെ ഓരോ വീടുകളും ആമേൻ മാറി മാറി നടക്കുന്നവർക്കും വീട് കിട്ടാതിരിക്കുന്ന അനുഭവം ഉള്ളവർക്കും ഒക്കെ വീടില്ലാത്തതിന്റെ വിഷമം അറിയത്തോളൂ. എന്റെ അനുഭവത്തിലൂടെ പോകുന്ന അനേക സഹോദരിമാരുണ്ട്. സ്തോത്രം. ആമേൻ. വാർദ്ധക്യത്തിൽ കഴിയുന്ന അനേക മാതാപിതാക്കളുണ്ട്. ആമേൻ ആമേൻ. ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഓൾഡ് ഏജ് ഹോം, ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ ഹോം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമാണ്. ഇത് ആമേൻ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചല്ല, ഞങ്ങൾക്ക് തന്നെ അധ്വാനിച്ച് ചെയ്യണമെന്ന ആഗ്രഹം. സ്തോത്രം. ഒരുപാട് ആമേൻ ദർശനങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രാപ്പകല് ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഞങ്ങൾക്കറിയാം സ്തോത്രം ഹല്ലേലൂയ നടുന്നവനും നനയ്ക്കുന്നവനും ഏവനുമല്ല വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ചില നിയോഗങ്ങളുടെ പിന്നില് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. കാരണം 105 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം
ആമേൻ. അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങുകയും ചെയ്തു. ആമേൻ. നിയോഗമുള്ളവൻ, പിതാവിന്റെ ഭവനത്തിൽ സകല സന്തോഷത്തോടും സുഖത്തോടും വസിച്ചവൻ ഇപ്പോൾ ഇരുമ്പ് ചങ്ങലയ്ക്കകത്ത് കുടുങ്ങപ്പെട്ട് കാല്, ആമേൻ, ഹല്ലേലൂയ, വിലങ്ങുകൊണ്ട് ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ കിടക്കുകയാണ്. ആമേൻ. ദർശനത്തിൽ നിന്ന് വിപരീതമായി കഷ്ടതയുടെ ആഴത്തിൽ കിടക്കുന്ന യോസഫ്, എന്നാൽ 20-ാം വാക്യത്തിൽ രാജാവ് ആൾ അയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ഇന്ന് ബന്ധിക്കപ്പെട്ടെന്നോ കുടുക്കപ്പെട്ടെന്നോ പരാജയപ്പെട്ടെന്നോ ഒക്കെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇതിന്റെ പിന്നിലുള്ള ദൈവിക നിയോഗം നമുക്ക് തിരിച്ചറിയാമോ? ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് പൂർത്തീകരിക്കുന്നത് അത്യുന്നത ദൈവമാണ്, മനുഷ്യരാരുമല്ല. ഇന്ന് കാണുന്ന ജീവിത സാഹചര്യം കണ്ട് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് ആരും പോകരുത്. ഉറപ്പോടെ നിൽക്കുക, ഭയപ്പെടാതെ നിൽക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നമ്മുടെ ദൈവം വിശ്വസ്തനാ. കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ തന്നാലും വെള്ളം കുടിപ്പാൻ തന്നാലും നമ്മുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. നമ്മളെ എന്നേക്ക് കൈവിടത്തില്ല. അല്പസമയത്തേക്ക് നമുക്ക് നേരെ മുഖം മറച്ചാലും മഹാദയോട് അവൻ നമ്മളെ ചേർത്തുകൊള്ളും. എന്റെ അനുഭവമാ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആകയാൽ ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് എല്ലാവർക്കും തേജസ്സോടെ നിൽക്കാം. ഈ സാക്ഷ്യവചനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ആത്മീക വർധനയ്ക്ക് ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അവസരം തന്ന ജോയ്സ് ടിവിയോടും അതിന്റെ പിന്നിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ജോയ്സ് ആന്റിയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്ന. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവപ്പച്ച, പ്രിയ ജോയ്സ് ആന്റിയോട് ചേർന്ന് ആമേ അടിയന്റെ ജീവിത സാക്ഷ്യങ്ങളെ പങ്കുവെക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. യേശുപ്പച്ച, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ ഇവിടെ വന്നിരുന്ന് എന്റെ ഹൃദയ വേദനയോടെ, കണ്ണുനീരല്ല കർത്താവേ, രക്തത്തുള്ളികൾ വരുന്നത് പോലെയാ ഞാൻ ഇന്ന് എന്റെ സാക്ഷ്യം പങ്കുവെച്ചത്. അത് അവിടുത്തെ നാമത്തിന് മഹത്വമാകേണ്ടതാ. അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്കും പുകഴ്ചയ്ക്കുമായി തീരുവാൻ ആമേൻ, സ്തോത്രം, ഇതിടയാക്കണമേ. ഇത് കേൾക്കുന്ന ഹൃദയങ്ങളില് ആത്മീക വർധനവുണ്ടാകട്ടെ, വിശ്വാസത്തിന്റെ വർധനവുണ്ടാകട്ടെ. ആരും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോവല്ല കർത്താവേ. ആരും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോവല്ല കർത്താവേ. മടുത്തു പോകാതെ, ഹല്ലേലൂയ, ഇത് കേൾക്കുന്നവരെല്ലാവരും ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ, ക്രിസ്തുവിനോട് പറ്റിയിരിക്കുവാൻ ആമേൻ, എല്ലാവർക്കും കൃപ കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണം. അതിന്റെയും തലമുറകളെ എല്ലാം കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ ജീവിതത്തിലും കേൾക്കപ്പെടുന്നവരുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ നാളോളം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനും തേജസ്സിനും പുകഴ്ചയ്ക്കും മാനത്തിനും ഇത് കാരണഹേതുവാകുവാനും ഇടയാക്കണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. മഹത്വം അങ്ങെടുത്താട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസി, വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനെ ഓർത്ത് കർത്താവിന്റെ ദാസിക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷകളെ എല്ലാം കർത്താവ് ധാരാളം മാനിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. മോനെ, എന്തുണ്ട്? പഠനമൊക്കെ നന്നായി നടക്കുന്നോ? മോനെ +2 പഠിക്കുന്നോ? +1. ഓക്കെ മോനെ, മിനിസ്ട്രിയിലെല്ലാം കർത്താവ് ബലപ്പെടുത്തിട്ട് കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ മോനെ.